KSRTCയിൽ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ അനുവദിച്ചാൽ എന്തൊക്കെ മാറ്റങ്ങൾ പിന്നെ സംഭവിക്കും? ഇത് നമ്മൾ വെറുതെ ഒന്ന് നോക്കിയാൽ ഏകദേശം പകുതി സ്ത്രീകളും പകുതി പുരുഷന്മാരുമാണ് യാത്ര ചെയ്യുന്നത്. അത് മുക്കാൽ ഭാഗമോ അല്ലെങ്കിൽ ഭൂരിഭാഗമോ സ്ത്രീകൾ ഒക്കുപ്പൈ ചെയ്യാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രൈവറ്റ് ബസ്സുകളുണ്ടല്ലോ, അവർക്ക് എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും കൂടുതൽ സ്ത്രീകൾ KSRTCയെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ എണ്ണം പ്രൈവറ്റ് ബസ്സുകളിൽ കുറവായിരിക്കും. പുരുഷന്മാർ കൂടുതലും പ്രൈവറ്റ് ബസ്സുകളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായി വന്നേക്കാം. അപ്പോൾ ഭാവിയിൽ KSRTC കൂടുതലും സ്ത്രീകൾ യാത്ര ചെയ്യുന്ന വണ്ടിയും പ്രൈവറ്റ് ബസ്സുകൾ കൂടുതലും പുരുഷന്മാർ ഉപയോഗിക്കുന്ന വാഹനവുമായി മാറിയേക്കാം. നമ്മൾ സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് പ്രൈവറ്റ് ബസ്സുകൾക്ക് വലിയൊരു അടിയാണ്. ഇനി നമുക്ക് വേറൊരു കാര്യം ചിന്തിക്കാം. എറണാകുളത്ത് വർക്ക് ചെയ്യുന്ന ഒരു ആലപ്പുഴക്കാരി ഇപ്പോൾ ഡെയിലി യാത്ര ചെയ്യുകയാണെങ്കിൽ നല്ല ചെലവ്, അതേപോലെ നല്ല സമയമെടുക്കും, അതേപോലെ യാത്രയുടെ ക്ഷീണവും. അതുകൊണ്ട് തന്നെ അവർ എറണാകുളത്താണ് താമസിക്കുന്നത്. അപ്പോൾ 6 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ നാഷണൽ ഹൈവേയുടെ പണി പൂർത്തിയാവുന്നു. അപ്പോൾ എറണാകുളത്തേക്ക് ഫ്രീ ആയിട്ട് അവർക്ക് യാത്ര ചെയ്യാം, 3/4 മണിക്കൂർ കൊണ്ട് സ്ഥലത്ത് എത്തുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് എറണാകുളത്തുള്ള സ്റ്റേ വെക്കേറ്റ് ചെയ്ത് ഡെയിലി പോയി വരാൻ നോക്കും. അങ്ങനെ മാറ്റങ്ങൾ പല രീതിയിലാണ്. ഒരു തീരുമാനത്തിൽ കേരളത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങളും വരും. പലരെയും ഈ തീരുമാനം സാമ്പത്തികമായി ബാധിച്ചേക്കാം. അതേപോലെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ആഗ്രഹപ്രകാരം നമ്മുടെ പൊതുഗതാഗതം യൂസ് ചെയ്യുന്നത് കൂടുതൽ വന്നേക്കാം.